പല അസുഖങ്ങളുടെയും ലക്ഷണമാണ് കാല് തരിപ്പ്, കൈ തരിപ്പ്, കാല് കടച്ചിൽ. അങ്ങനെ നമ്മളത് ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്താണെന്നുള്ളത്. പക്ഷെ പലപ്പോഴും മരുന്ന് കഴിച്ചാലും നമുക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈ ഒരു വേദന എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ കഴിച്ച് നമ്മൾ മാറ്റുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് കിടിലൻ സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ. വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള കിടിലൻ ടിപ്സുകളാണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേടുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഡോക്ടറെ എനിക്ക് പറഞ്ഞു തന്ന് ഞാൻ ചെയ്തു നോക്കി 100% റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും പല നമ്മളുടെ സിംറ്റംസ് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് അതെന്താണെന്ന് തന്നെ നമ്മൾ തീർച്ചപ്പെടുത്തണം. എന്തുകൊണ്ടാണ് നമുക്ക് കാലിൽ തരിപ്പ്, ഷുഗർ കൂടുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഹാർട്ടിന് പ്രോബ്ലം, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നീർക്കെട്ട്, നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട്, അതിനൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല. പെയിൻ കില്ലർ കഴിക്കാൻ എന്നിട്ട് നമ്മൾ അതൊന്ന് നിർത്തി വെക്കുക, അങ്ങനെയുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കാലും കൈയൊക്കെ നല്ല വേദനയും തരിപ്പും ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കാലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ എല്ലാ കാര്യങ്ങളും 20 സെക്കൻഡ് കാലിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു തള്ളവിരലിൻ്റെ വിടവിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാം 20 സെക്കൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല ഉറക്കം കിട്ടും, നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ വേദനകൾക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് എരിക്കിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലോ. എരിക്കിൻ്റെ വീഡിയോ ഞാൻ 2-3 ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പറയാത്ത കിടിലൻ ടിപ്സുകളാണ്. നമ്മൾ ഈ ഒരു തണുപ്പ് കാലം വരുമ്പോൾ എത്ര കാലുവേദന ഇല്ലാത്തവർക്കും കാലുവേദനയും ശരീരവേദനയും ജോയിൻറ്റ് പെയിനൊക്കെ വരുമല്ലേ. വീട്ടിൽ നിന്ന് ജോലി എടുക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗം പുകച്ചിലെടുക്കുക, അതുപോലെ തന്നെ ഉപ്പുറ്റി വേദന എടുക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇനി പെയിൻ കില്ലർ കഴിച്ചോ അല്ലെങ്കിൽ മരുന്നുകൾ പുരട്ടിയോ മരുന്നുകൾ കഴിച്ചോ ഒന്നും മാറ്റേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലെല്ലാവരും ചെരുപ്പിട്ട് നടക്കുന്ന ആളുകളല്ലേ, അതിൻ്റെ അടിയിൽ ഇതുപോലെ എരിക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി. എരിക്കിൻ്റെ ഇല ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് ചെരുപ്പ് ഇതുപോലെ ഇട്ടാൽ മാത്രം മതി. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഉപ്പുറ്റി കാലുവേദനയൊന്നുമല്ല, നമ്മുടെ ശരീരം മൊത്ത വേദന വരാതിരിക്കുവാനും സഹായിക്കുന്നതാണ് ഈ എരിക്ക് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. മുട്ടുവേദന വരുമ്പോൾ ഈ എരിക്ക്, കല്ലുപ്പ്, മഞ്ഞൾ അരച്ചിട്ട് നമുക്ക് ആ വേദന, മുട്ട് വേദനയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എരിക്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ തേച്ചിട്ട് നമുക്ക് എവിടെയാണോ ഇപ്പം നമ്മളൊരു മസിൽസ് പെയിനൊക്കെ ഉണ്ടാവില്ലേ, മസിലിനൊക്കെ നല്ല വേദന എടുക്കുമ്പോൾ അതൊന്ന് വെച്ച് കൊടുത്താൽ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ എരിക്കിൻ്റെ ഇല അത്ര ഔഷധ ഗുണമാണ്. ശരീരവേദന, ശരീരത്തിൽ നീർക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ച് മേത്ത് ആ ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ് കേട്ടോ. ശരീരം ഇപ്പോൾ കൂടുതൽ ജോലിയൊക്കെ എടുത്തു കഴിയുമ്പം മിക്കവർക്കും ശരീരവേദന, ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ, നീരൊക്കെ വന്നിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മാത്രം മതി ശരീരത്ത്. അതുപോലെ ഓഫീസിൽ നിന്ന് ജോലി എടുക്കുന്നവർക്കുമുള്ള ബുദ്ധിമുട്ടിനൊരു പരിഹാരമാണ് നമ്മൾ ഇടുന്ന ചെരുപ്പിൻ്റെ അടിഭാഗത്ത് ഇതുപോലുള്ള ചെരുപ്പുകൾ, എല്ലാവരെയും ചെരുപ്പുകളൊക്കെ ഇതുപോലെയല്ല, അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ, ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് പോകാവുന്നതാണ്. നല്ല എഫക്റ്റാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള വേദനകൾ മാറ്റിയെടുക്കാൻ പറ്റിയ കിടിലൻ സൂത്രമാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഒരു 21 ദിവസം നിങ്ങളിത് കുടിക്കണം കേട്ടോ. ഒരു ദിവസം പോലും മുടങ്ങാതെ 21 ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ അയമോദകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. കൽക്കണ്ടം ഷുഗർ ഉള്ളവരാണെങ്കിൽ കൽക്കണ്ടം ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ കൽക്കണ്ടം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം നല്ല തണുപ്പിക്കുവാനും അതുപോലെ തന്നെ നല്ല റിലാക്സേഷൻ കിട്ടുവാനും
ബ്ലഡ് ഓട്ടം നല്ലപോലെ ആകുവാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ കിസ്മിസ് എടുത്തിട്ടുണ്ട്, അതൊരു 5-6 എടുക്കാം. അത് നമ്മളുടെ ബ്ലഡ് നല്ല രീതിയിൽ ഉണ്ടാകാൻ, നമുക്കിപ്പം ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഇതുപോലെ ശരീരവേദന, നീർക്കെട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ഉണക്കമുന്തിരിയൊക്കെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലഡ് അധികരിപ്പിക്കുവാനും അതുപോലെ തന്നെ നീർക്കെട്ട് ശരീരത്തിൽ പോകുവാനായിട്ട് ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മളുടെ ഗ്രാമ്പൂ ആകട്ടെ, ഇഞ്ചി ആകട്ടെ, കൽക്കണ്ടം നമ്മളുടെ ശരീരം തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് പുകച്ചിലൊക്കെ ഉണ്ടാവൂലേ, അവിടെ ശരീരത്തിൽ ഒരു ചൂട് പോലെയൊക്കെ, അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ടും വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ അയമോദകം എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രതിരോധ ശേഷി കൂട്ടുവാനും അതുപോലെ നീർക്കെട്ട് പോകുവാനും ഗ്യാസ്, വയറിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാകുവാനൊക്കെ സഹായിക്കും. അപ്പോൾ പല രീതിയിലാണ് നമുക്ക് ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇപ്പോൾ കാലുവേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ വയറ് ശരിയാകാതെ ഇരിക്കുമ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നത് മുറുകിയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ശരീരവേദന വരും. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് സിംറ്റംസ് കാണിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ പാല് 1/2 ഗ്ലാസ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പാലിപ്പം അലർജി ഉണ്ട്, അല്ലെങ്കിൽ കഫക്കെട്ട് വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് വെള്ളത്തിൽ മാത്രം കാച്ചി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. ചിലവർക്ക് പാൽ അലർജി ഉണ്ടാവും, അങ്ങനെയുള്ളവർ കുടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ വെള്ളത്തിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇട്ട് തിളപ്പിച്ച് ഒരു 3-4 തിള വരുന്നവരെയും തിളപ്പിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് ഇതൊന്ന് നിങ്ങൾ കുടിക്കുക കേട്ടോ. ഈ പാല് നമ്മൾ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നല്ല രീതിയിൽ തണുക്കുവാനും കാൽസ്യം നല്ലതാണല്ലോ നമ്മുടെ ശരീരത്തിന്, അതൊക്കെ കിട്ടുവാനാണ്. പക്ഷെ ചിലവർക്ക് ഭയങ്കര അലർജി പ്രോബ്ലം ഉണ്ട്, കഫക്കെട്ടായിട്ടും അതുപോലെ എന്താണ് പറയുക, ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ വെള്ളത്തിൽ ഇതുപോലെ തിളപ്പിച്ച് കുടിച്ചാൽ മതി കിടന്നുറങ്ങുന്നതിന് മുമ്പ്. അടുത്തതായിട്ട് ഹെയർ ഓയിലിൻ്റെ 2-3 വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. നല്ല റെസ്പോൺസാണ്, എല്ലാവരും മേടിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതുപോലെ ഓരോരുത്തർ വിളിക്കുമ്പോഴും വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഉള്ളില്ലാത്ത മുടി കൊഴിയുന്നു, താരൻ മാറാനും ഇവയ്ക്കെല്ലാം നമ്മളുടെ ഹെയർ ഓയിൽ സൂപ്പറാണ് കേട്ടോ. ഒരു 3 യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊരു മാറ്റമല്ല, 3 യൂസിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറി നിങ്ങളുടെ മുടി നല്ല കരുത്തോടു കൂടി വരുന്നത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ താരനൊക്കെ പൂർണ്ണമായി മാറി അകാരനര വരാണ്ടിരിക്കുവാനും, വന്നവർക്കാണെങ്കിൽ കുറച്ചധികം യൂസ് ചെയ്യണം കേട്ടോ. കെമിക്കൽ ഹെയർ ഡൈ പോലെ കറുക്കുന്നതല്ല, കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു കറുപ്പ് നിറം, എന്ന് വെച്ചാൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. ചെറിയ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നര വരുന്നുണ്ടല്ലോ, കുട്ടികൾക്കും ഒരു 20 വയസ്സ് 25 വയസ്സുള്ളവർക്കും മുടി നരക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. പ്രായത്തിലുണ്ടായ നര നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നല്ല ഉള്ളോടുകൂടിയുള്ള നല്ല നീട്ടമുള്ള മുടി ആഗ്രഹിക്കുന്നവർ, അതുപോലെ നല്ല ഉറക്കം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, താരനില്ലാതെ ചൊറിച്ചിലില്ലാതെ സ്വസ്ഥമായി ഒന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു ബോട്ടിൽ എണ്ണ നിങ്ങളൊന്ന് മേടിച്ചു നോക്കുക കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ ആകട്ടെ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബോംബെ എല്ലായിടത്തും നിന്ന് ഓർഡർ വരുന്നുണ്ട്. നിങ്ങളും ഒന്ന് മേടിച്ചു നോക്കുക കേട്ടോ. ഇനി നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് അടിപൊളി ടിപ്പ് കണ്ടാലോ. കഞ്ഞിവെള്ളത്തിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് കുറേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരോഗ്യത്തിന് ഉപകാരപ്രദമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. നമ്മളിത് ഇന്ന് എടുത്തു വയ്ക്കുന്ന കഞ്ഞിവെള്ളം നാളെയാണ് ഉപയോഗിക്കേണ്ടത്. ഒന്ന് പുളിച്ചു വരാനായിട്ട് ഒരു ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂറെങ്കിലും നമ്മൾ ഇത് വെക്കണം കേട്ടോ. നല്ലപോലെ അതൊന്ന് പുളിച്ചു വരാനായിട്ട് അപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കരുത്. ഒന്ന് പുളിച്ച് വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് ചേർക്കണം. നമുക്കുണ്ടാവുന്ന കാല് തരിപ്പാകട്ടെ, കടച്ചിലാകട്ടെ, ശരീരം മൊത്തമുള്ള ഒരു ചൂട് പോലെ നമുക്ക് ശരീരം ചൂടാകുക എന്ന് പറയില്ലേ, അതാകട്ടെ, ജോയിൻറ്റ് പെയിൻ ആകട്ടെ, എല്ലാത്തിനും ഒരു റിലീഫ് കിട്ടാൻ ഇത് സൂപ്പറാണ് കേട്ടോ. ഗ്രാമ്പു ആണ് എടുത്തേക്കുന്നത്. ഇത് ഇത്രയും ഇടേണ്ട, ഒരു 5-6 എണ്ണം ഇട്ടാൽ മതി.
ഗ്രാമ്പു പൊടിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നേരിയതായിട്ട് ചൂടാക്കണം. മൈലാഞ്ചി ഇലയുണ്ടെങ്കിൽ നിങ്ങൾ മൈലാഞ്ചി ഇല തന്നെ ഇടുക. ഇല്ലെങ്കിൽ മൈലാഞ്ചി ആണെന്ന് ഉറപ്പ് വരുത്തുക. കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ള മൈലാഞ്ചി പൊടികളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതൊന്നും പാടില്ല. നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചി പൊടി എടുക്കുക. അല്ലെങ്കിൽ മൈലാഞ്ചി തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് പിങ്ക് സാൾട്ടാണ്, അല്ലെങ്കിൽ ഇന്ദുപ്പ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു ചൂടില്ലേ, ഇതുപോലെ തിളക്കിയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ ചേർക്കേണ്ടത് മൈലാഞ്ചി പൊടി ആയതുകൊണ്ട് അത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കലക്കി എടുക്കണം. ഇലകളാണെങ്കിൽ ഒരു 10, 20, 25 ഇല നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 25 ഇലയെങ്കിലും ഇട്ട് കൊടുക്കണം. ചതക്കൊന്നും വേണ്ട, മുഴുവനെ ഇട്ട് കൊടുക്കാം. ഈ മൈലാഞ്ചി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ തണുപ്പ് കിട്ടുവാനും നമ്മൾ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ പല ഇൻഫെക്ഷൻസും മാറ്റാനും. ഇപ്പം നമ്മൾ മൈലാഞ്ചി കളറിന് മാത്രമല്ല ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മളുടെ മൈലാഞ്ചി കേട്ടോ. ഇപ്പോൾ തലയിൽ ഇട്ടാലും നല്ലതാണ്. അതുപോലെ കാലിൻ്റെ അടിഭാഗത്ത് ഫുൾ അറബികൾ, നമ്മൾ അറബ് രാജ്യങ്ങളിലെ സ്ത്രീകൾ കാലിൻ്റെ അടിയിൽ മൊത്തം മൈലാഞ്ചി എന്താണ് ചെരുപ്പ് പോലെ ഇട്ട് വയ്ക്കും. ആ കാലിൻ്റെ അടിഭാഗം ഭംഗിക്ക് വേണ്ടിയല്ല, അത് പ്രതിരോധശേഷി വരുത്തുവാനും അതുപോലെ പല അസ്വസ്ഥതകളും കാലുവേദനക്കൊക്കെ വളരെ നല്ലതാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. മൈലാഞ്ചി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് മൈലാഞ്ചി മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ചൂട് ഒരു 10-15 മിനിറ്റ് വെച്ച് നമ്മളുടെ കാല് മുക്കാൻ പരുവം, നമുക്ക് എന്താണ് ഭയങ്കര ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലല്ല, നമുക്ക് മുക്കി പിടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ചൂട് വരണം കേട്ടോ. നേരത്തെ ഒരുവിധം തിളച്ചിട്ടില്ല, ഒരുവിധം ചൂടുണ്ട്. ആ ചൂട് ഒന്ന് ആറി വന്നതിന് ശേഷം കാലൊരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ചിങ്ങനെ അനക്കാണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് അനക്കി കൊടുക്കണം. അല്ലാണ്ട് ഫുൾ ടൈം അതുപോലെ വെച്ച് കൊടുക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാലിലെ തരിപ്പാകട്ടെ, മുട്ടുവേദന ആകട്ടെ, ജോയിൻറ്റ് പെയിൻ, ശരീരത്തിലെ മൊത്തം ജോയിൻറ്റ് പെയിനൊക്കെ മാറുവാനൊക്കെ വളരെ നല്ലതാണ്. നമുക്കുണ്ടാകുന്ന പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഈ കഞ്ഞിവെള്ളം നിങ്ങൾ പുളിപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എടുത്ത ഉടനെ ഉപയോഗിക്കരുത്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനകൾ പെയിൻ കില്ലർ കഴിക്കാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.